ബ്ലാക്ക് നൺ 1989 നടന്നതാണ്. ഇംഗ്ലണ്ടിലെ ഒരു വീട്ടിൽ 3 പെൺകുട്ടികൾ ഷെറിൻ, എഗ്നിസ് പിന്നെ ഡയാന ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. അവർ വേറെ വേറെ സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പതുക്കെ പതുക്കെ അവർ 3 പേരും വളരെ നല്ല ഫ്രണ്ട്സ് ആയി മാറി. ആഗ്നസ്, നിന്റെ കല്യാണ സങ്കല്പം എങ്ങനെയാ? ഞാനൊരു പണക്കാരൻ പയ്യനെയാ കെട്ടാൻ പോകുന്നത്. എന്നാലല്ലേ ജീവിതം മുഴുവൻ ഫ്രീ ആകൂ. ഓ ഗോഡ്. ഷെറിൻ, നീയോ? ഞാൻ എന്റെ ബാങ്ക് ജോലിയിൽ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. കാശ് മാത്രമല്ല ജീവിതം, ഒരു നല്ല ലൈഫ് പാർട്ട്ണർ മതി. ഞങ്ങൾ 2 പേരും ചേർന്ന് ജീവിച്ചു കൊള്ളാം. ഇതൊക്കെയാണ് എന്റെ വിഷ്. നീയും നിന്റെ ബാങ്ക് ജോലിയും. എന്നാൽ എനിക്ക് എങ്ങനത്തെ ഭർത്താവിനെ വേണമെന്നാൽ അവൻ എന്റെ അടിമയായിരിക്കണം, അത്ര തന്നെ. കുറച്ചു ദിവസത്തിന് ശേഷം ഷെറിലിന്റെ ബർത്ത്ഡേ വന്നു. ആഗ്നസും ഡയാനയും 2 പേരും അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. അവൾ വരുന്നതിന് മുൻപ് റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐഡിയ അവർ തുടങ്ങി വെച്ചു. ആഗ്നസ്, അവളുടെ ബർത്ത്ഡേ രാത്രി 12 മണിക്കാ. അവൾ ജോലി കഴിഞ്ഞ് പെട്ടെന്ന് വരുമല്ലോ, നമ്മുടെ പ്ലാൻ എല്ലാം കൊളാപ്സ് ആവും. അയ്യോ അതെ, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്, അവളുടെ ഓഫീസിൽ പോയി അവളെ വെളിയിൽ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോ. 12 മണിക്ക് വാ. അതിനു മുൻപ് 2 പേരും ഇങ്ങോട്ട് വരരുത്. ഇത് നല്ലൊരു ഐഡിയയാ. ഞാൻ അവളെ എന്റെ കൂടെ സിനിമ കാണാൻ കൊണ്ടുപോകാം. അതിനുശേഷം ഡയാന ഓഫീസ് ടൈം കഴിയുന്നതിന് മുൻപേ ഷെറിലിന്റെ ബാങ്കിലേക്ക് പോയി. എടി ഡയാന, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? വെറുതെ ബോറടിക്കുന്നു, അതാ ഒരു സിനിമ കാണാമെന്ന് വെച്ചു. പോയാലോ? ആഹാ, എന്താ പെട്ടെന്ന്? ശരി, ആഗ്നസ് എവിടെ? എനിക്കെങ്ങും അറിയില്ല. ഇന്ന് നമ്മൾ 2 പേരും സിനിമ കാണാൻ പോകുന്നു. ഇതുപോലെ ഡയാന ഷെറിലിനോട് കള്ളം പറഞ്ഞ് അവളെ സിനിമ കാണാനായി കൂട്ടിക്കൊണ്ടുപോയി. മറുവശത്ത് ആഗ്നസ് ബർത്ത്ഡേ പാർട്ടിക്കായുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞതിനു ശേഷം 2 പേരും വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. സിനിമ വളരെ നന്നായിരുന്നു ഡയാന, താങ്ക് യു. ഇറ്റ്സ് ഓക്കെ ഡി. എത്ര ബോറ് ജോലിയാ നീ ചെയ്യുന്നത്. യു ഡിസേർവ് സം എന്റർടൈൻമെന്റ്. 2 പേരും ഗോസിപ്പ് പറഞ്ഞുകൊണ്ടേ വീട്ടിലേക്ക് വന്നു. പെട്ടെന്നൊരു സ്ത്രീ അവരെ നോക്കി അവരുടെ മുൻപിലേക്ക് നടന്നു വന്നു. അവൾ കാണാൻ വളരെ വ്യത്യസ്തമായിരുന്നു. ആ സ്ത്രീ ഒരു നണ്ണിനെ പോലെ ഡ്രസ് ചെയ്തിരുന്നു. അവൾ നടക്കുന്നത് എങ്ങനെയെന്നാൽ മനുഷ്യന്മാർ പറക്കുന്നത് പോലെ. ഷെറിൽ പിന്നെ ആഗ്നസ് അവളെ അടുത്തു കണ്ട് പേടിച്ചുപോയി. ആരാ നിങ്ങൾ? ഡയാന ഷെറിലിന്റെ പിന്നിൽ പോയി നിന്നുകൊണ്ടിരുന്നു. പേടിയിൽ അവൾ മുൻപോട്ട് വന്നില്ല. നീ എന്റെ അനിയൻ പീറ്ററിനെ കണ്ടോ? പീറ്റർ? അതാരാ? എനിക്കൊരു പീറ്ററിനെയും അറിയില്ല. നിനക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലല്ലേ ജോലി? നിനക്ക് പീറ്ററിനെ അറിയില്ലേ? എന്റെ അനിയനാണവൻ. എവിടെ അവൻ? ഷെറിൽ, നമുക്കിവിടുന്ന് പോകാം. മറുപടി കൊടുക്കണ്ട. അവൾക്ക് എന്തോ പന്തികേടുണ്ട്. വാ പോകാം. നിനക്ക് എന്റെ അനിയൻ പീറ്ററിനെ അറിയാമോ? അവനും ഇതേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ് ജോലി ചെയ്തിരുന്നത്. ഇല്ല, അറിയില്ല. അവൻ ആരാണെന്ന് അറിയില്ല. അറിയില്ലേ? ആ നൺ സംസാരിച്ചുകൊണ്ടേ മുൻപിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൾ ഷെറിലിന്റെ കഴുത്തിൽ പിടിച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണും ചുമപ്പായി മാറി. പിന്നെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം ചോര വന്നുകൊണ്ടിരുന്നു. അവളുടെ നഖങ്ങളും പെട്ടെന്നത് വളരാൻ തുടങ്ങി. അവൾ തറയിൽ നിന്നും ഷെറിലിനെ തൂക്കിയെടുത്തു. പിന്നെ കാറ്റിൽ 2 പേരും പറന്നുപോയി. അവൾ വളരെ ഉറക്കെ ചിരിച്ചുകൊണ്ടിരുന്നു. ഡയാന ഇതെല്ലാം കണ്ട് പിന്നിലേക്ക് പോയി. വിട്ടേക്ക്, എന്റെ ഫ്രണ്ടിനെ വിട്ടേക്ക്. ആ സ്ത്രീ ഷെറിനെ ഒരുപാട് ഉയരത്തേക്ക് കൊണ്ടുപോയി അവളെ താഴേക്കിട്ടു. ഷെറിന്റെ തല താഴേക്ക് വീണ് പൊട്ടിച്ചിതറി. അതിൽ നിന്നും ചോരയൊഴുകാൻ തുടങ്ങി. അതിനുശേഷം പറന്നുകൊണ്ടിരുന്ന ആ സ്ത്രീ കാറ്റിൽ മാഞ്ഞുപോയി. ഡയാന ഓടി വന്ന് ഷെറിലിനെ പിടിച്ചു. എന്നാൽ ഷെറിലിന്റെ ദേഹത്ത് നിന്നും ചോര ഒരുപാട് വന്നിരുന്നു. ഷെറിൽ, ഷെറിൽ, എഴുന്നേക്ക്. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. ദേ, ആഗ്നസ് നിനക്ക് വേണ്ടി സർപ്രൈസ് പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ അവിടെ ഒരുപാട് ആളുകൾ വന്നു.
പോലീസ് വണ്ടി പിന്നെ ആംബുലൻസും അവിടേക്ക് വന്നു. അതിനുശേഷം അവർ ഷെറിലിനെ എടുത്തുകൊണ്ടുപോയി. ഡയാന പോലീസ് സ്റ്റേഷനിൽ കരഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആഗ്നസും അവിടേക്ക് വന്നു. ആഗ്നസ്, ഷെറിൽ നമ്മളെ വിട്ടിട്ടു പോയി. അവളുടെ ബർത്ത്ഡേയിൽ തന്നെ അവൾ മരിച്ചുപോയി. ആ സ്ത്രീ ഷെറിലിനെ കൊന്നുകളഞ്ഞു. സ്ത്രീയോ? ഏത് സ്ത്രീ? കുറച്ച് ഡീറ്റെയിൽഡായി പറയാമോ? എന്നാൽ അവരുടെ ഒരു സ്കെച്ച് തയ്യാറാക്കാം. ഡയാന കരഞ്ഞുകൊണ്ട് തന്നെ എല്ലാ റിപ്പോർട്ടും എഴുതി കൊടുത്തു. സ്കെച്ച് റെഡിയായതും അവർ കണ്ടു, ആ സ്ത്രീ ഒരു ബ്ലാക്ക് നണ്ണിനെ പോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ കരയണ്ട. ഞങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ടിനെ ഓർത്ത് വിഷമമുണ്ട്. എന്നാൽ ഈ കേസ് ഒട്ടും നോർമലല്ല. പറ്റുന്ന രീതിയിൽ ഞങ്ങളും എൻക്വയറി ചെയ്യാം. എന്നാൽ ഈ കേസ് ബ്ലാക്ക് നണ്ണിന്റെ കേസ് പോലെയുണ്ട്. ജീവനുള്ള മനുഷ്യന്മാരെ പിടികൂടാം, എന്നാൽ മരിച്ചവരെ എങ്ങനെ പിടികൂടും? ബ്ലാക്ക് നൺ മരിച്ചുപോയെന്നോ? നിങ്ങൾ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നേക്കാൾ ഡോക്ടർ റോബർട്ട് ഇതിനെപ്പറ്റി നന്നായി പറയും. പ്ലീസ്, നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കൂ. ഞാൻ നിങ്ങൾക്ക് ആ അഡ്രസ് തരാം. അദ്ദേഹം ആരാ? അദ്ദേഹം ഒരു പാരനോർമൽ ആക്ടിവിറ്റി എക്സ്പേർട്ടാണ്. ബ്ലാക്ക് നണ്ണിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. പാരാനോർമൽ ആക്ടിവിസ്റ്റോ? അവരാരാ? ഈ പ്രേത പിശാചുകളെ പറ്റിയൊക്കെ പഠിക്കാൻ അവർ എക്സ്പേർട്സ് ആണ്. അതുപോലെ നോർമൽ പീപ്പിൾസിനെ കൊണ്ട് പറ്റാത്തതും ഇവർ ചെയ്യും. ഡയാനയും ആഗ്നസും അപ്പോയിന്റ്മെന്റ് വാങ്ങി അടുത്ത ദിവസം തന്നെ ഡോക്ടർ റോബോട്ടിനെ കാണാൻ പോയി. അവർ കണ്ടു, ആ റൂമിൽ അവിടെയും ഇവിടെയുമായി ലൈറ്റ് കത്തുന്നു. വ്യത്യസ്തമായ മെഷീനും അവിടെ ഉണ്ടായിരുന്നു. ദൂരെ കോർണറിൽ ഒരു പെൻഡക്കിൾ ചെയ്തു വെച്ചിരുന്നു. അതിനടുത്തായി ഡോക്ടർ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ടിരുന്നു. വരൂ ഡയാന ആൻഡ് ആഗ്നസ്, സുഖമാണോ? നിങ്ങൾക്ക് ഞങ്ങളെ അറിയാമോ? അതെ, ആ ഇൻസ്പെക്ടർ നിങ്ങളെക്കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാൽ ഇതെല്ലാം റിസർച്ച് ചെയ്യുന്നതാണ് എൻ്റെ ജോലി. മരിച്ച ഫ്രണ്ടിന്റെ ഫോട്ടോ ഉണ്ടോ? ഹാ. ഡോക്ടർ ആ ഫോട്ടോ പെൻഡക്കിളിന് നടുക്ക് വെച്ച് അതിനെ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് എന്തോ തോന്നി. എൻ്റെ ഉദ്ദേശം ശരിയായിരുന്നു. ഇതെല്ലാം ആ ബ്ലാക്ക് നണ്ണിന്റെ ജോലി തന്നെയാണ്. സോറി, നിങ്ങളുടെ ഫ്രണ്ട് ഈ ലോകം വിട്ട് തന്നെ പോയിരിക്കുന്നു. ഇനിയൊന്നും പറ്റില്ല. എന്നാൽ എന്തിന്? അവൾ ആരാ? പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ അവർ ജീവനോടെ ഉണ്ടായിരിക്കണം. ബ്ലാക്ക് നൺ എന്നുള്ളത് ഒരു പവറാണ്. എന്തെന്നാൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ സഹോദരങ്ങളായ പീറ്ററും സാറ വൈറ്റ്ഫീൽഡും ജീവിച്ചിരുന്നു. പീറ്ററിന് നഗരത്തിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ജോലി കിട്ടിയിരുന്നു. സാറ, എനിക്ക് ജോലി കിട്ടി. ഞാനിപ്പോൾ നഗരത്തിലേക്ക് പോകണം. എന്നാൽ എന്നെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ നിനക്ക് കാശും അയച്ചു തരാം. ഇടയ്ക്കിടെ വന്നും പോകാം. പീറ്റർ നഗരത്തിലേക്ക് വന്ന് ബാങ്ക് ജോലിയിൽ ജോയിൻ ചെയ്തു. തുടക്കത്തിൽ അവൻ മര്യാദയ്ക്കാണ് ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം അവന് പണത്തിന്മേലുള്ള അത്യാഗ്രഹം അധികമായി. പിന്നെ അവൻ ബാങ്കിലെ പണം ചൂതാട്ടത്തിനായി ഉപയോഗിച്ചു. ഞാൻ ഒരു ദിവസം വളരെ വലിയ പണക്കാരനാകും. എന്നാൽ പീറ്റർ ചെയ്ത ഈ കാര്യങ്ങൾ ബാങ്കിന്റെ തലപ്പത്ത് വരെ എത്തി. പിന്നെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരുപാട് ദിവസം ഈ കേസ് നടന്നു പോയിക്കൊണ്ടിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അവന് മരണശിക്ഷ വിധിച്ചു. അങ്ങനെ പീറ്റർ അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി. മറുവശത്ത് കുറെ കാലമായി പീറ്ററിന്റെ അടുത്തു നിന്നും ഒരു വിവരവും വരാത്തതുകൊണ്ട് അവൾ സ്ട്രെയിറ്റ് ആയി ബാങ്കിലേക്ക് തന്നെ വന്നു. അവൾക്ക് അവനെ കുറിച്ച് അറിയണം. എന്റെ അനിയൻ പീറ്റർ എവിടെ? ഞങ്ങൾക്കറിയില്ല. ബാങ്കിലെ സ്റ്റാഫ് ഒരുപാട് കാലം സാറയോട് സത്യം മറച്ചുവെച്ചു. അതിൽ പിന്നെ ദിവസവും അവൾ അനിയനെ കുറിച്ചറിയാൻ ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്റെ അനിയൻ പീറ്റർ എവിടെ? ഞങ്ങൾക്കറിയില്ല. അവൻ ഇവിടെ വന്ന് ഒരുപാട് ദിവസങ്ങളായി. സാറയ്ക്ക് സംശയം കൂടി വന്നു. അവൾ അവളുടെ അനിയനെ കുറിച്ചറിയാൻ ദിവസവും ബാങ്കിലേക്ക് വന്നു. ഇത്തവണ ബാങ്ക് സ്റ്റാഫിന് ദേഷ്യം വന്ന് അവളോട് സത്യം പറഞ്ഞു. ഇത് കേട്ടതും സാറ അവിടെ തന്നെ മയങ്ങിയും വീണു. സാറയുടെ ഈ മോശം അവസ്ഥ കണ്ട് ബാങ്കുകാർ അവൾക്കൊരു ലൈഫ് ടൈം പെൻഷനും കൊടുത്തു. ഇനിയെങ്കിലും ബാങ്കിലേക്ക് വരാതിരിക്കാനായി. കുറച്ചു ദിവസത്തിന് ശേഷം സാറ മരിച്ചുപോയി. അവളെ ബാങ്കിന് പുറകിലായുള്ള സ്ഥലത്താണ് അടക്കിയിരുന്നത്. അതിൽ പിന്നെ പെട്ടെന്ന് സാറ അവിടെ ബാങ്കിൽ ജോലി ചെയ്യുന്നവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പിന്നെ എല്ലാവരോടും അവൾ അനിയനെ കുറിച്ചും ചോദിച്ചു. നിങ്ങൾ എന്റെ അനിയൻ പീറ്ററിനെ കണ്ടോ? ഇല്ല. അതിനുശേഷം സാറ ബ്ലാക്ക് നണ്ണായി കൺവേർട്ടായി. ആരെങ്കിലും അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവൾ അവരെ തല പൊട്ടിച്ചു കൊല്ലും.
ഇതുപോലെയാണ് നിങ്ങളുടെ ഫ്രണ്ടിനും സംഭവിച്ചത്. ബ്ലാക്ക് നണ്ണിന്റെ ദേഷ്യത്തിലാണ് അവൾ മരിച്ചത്. എന്നാൽ ഞങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്തു? അവൾ അതിനെന്ത് തെറ്റ് ചെയ്തു? എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകും. എന്നാൽ ഇനി മരിച്ചവർ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ആത്മശാന്തിക്കായി ദൈവത്തെ പ്രാർത്ഥിക്കൂ. അതിനുശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ നൺ അതേ സ്ഥലത്ത് ഒരു പയ്യനെ കൊന്നു. അവൾ ഇപ്പോഴും നഗരത്തിൽ എല്ലാവരും പേടിക്കാൻ കാരണക്കാരിയാണ്. സബ്രീന 1935 നടന്നതാണ്. ഇന്തോനേഷ്യയിലുള്ള ഒരു ചെറിയ നഗരത്തിൽ ജോണിയും മരിയയും അവരുടെ കുട്ടിയായ കിഡ്സിനൊപ്പം ജീവിച്ചിരുന്നു. കിഡ്സ് അവർ ദത്തെടുത്ത കുട്ടിയായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിനു ശേഷം ഇവർ അവളെ ദത്തെടുക്കുകയായിരുന്നു. മോളെ, എപ്പോഴും നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്റെ അച്ഛനും അമ്മയും എവിടെയാണെങ്കിൽ? ഇപ്പോൾ ഞാനും മരിയയുമാണ് നിന്റെ അച്ഛനും അമ്മയും. 2 വർഷങ്ങൾ അകന്നു പോയിട്ടും കിഡ്സ് ഒരുപാട് വിഷമത്തിലായിരുന്നു. ജോണിക്ക് ഒരു പാവക്കടയുണ്ടായിരുന്നു. അവന്റെ പാവകൾ ഇന്തോനേഷ്യയിൽ വളരെ ഫേമസ് ആയിരുന്നു. ജോണി ഡോൾസിന്റെ ഒരു വലിയ ബ്രാൻഡ് തന്നെ ഉണ്ടാക്കിയെടുത്തു. അതിന്റെ പേരാണ് സബ്രീന. അവൻ ഒരു സബ്രീന പാവയെ കിഡ്സിന് വേണ്ടി വീട്ടിലേക്കും കൊണ്ടുവന്നു. ഇത് കിഡ്സിന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റാ, ഇതവൾക്ക് കൊടുത്തേക്ക്. എന്താ അച്ഛാത്? കിഡ്സ്, ഇത് സബ്രീന പാവയാ മോളെ. ഇത് നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായി ചെയ്തതാ. ഇത് എല്ലാ പാവയേക്കാൾ സൈസിൽ വലുതാ. താങ്ക് യു ആന്റി. താങ്ക്സോ? നീ എന്നോട് പറയണ്ട, നിന്റെ അച്ഛനോട് പറ. കിഡ്സ് ഒരുപാട് സന്തോഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകൾ അവൾക്ക് വന്നുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറിയ 8th സ്റ്റാൻഡേർഡിലേക്ക് പോയി. അപ്പോൾ ജോണിയും മറിയയും അവളെ നഗരത്തിനടുത്തുള്ള ഒരു സ്കൂളിലും ചേർത്തു. അവിടെ അവൾക്ക് 4 നല്ല ഫ്രണ്ട്സിനെയും കിട്ടി. നിന്റെ പേരെന്താ? എന്റെ പേര് കിഡ്സ്. എൻ്റെ പേര് ബുഷ്. ഞാനാണ് ഈ ക്ലാസിന്റെ മോണിറ്റർ. ഇതാണ് എൻ്റെ ഗ്രൂപ്പ്: ബിഷപ്പ്, മാർട്ടിൻ, ലൈറ. അതിനുശേഷം കിഡ്സ് കുറച്ചായി സ്കൂളിൽ തന്നെ സമയം ചെലവഴിച്ചു. ഇപ്പോൾ അവൾ കുറച്ച് സന്തോഷത്തിലാണ്. എന്നാൽ അവൾ ഇപ്പോഴും അവളുടെ അമ്മയും അച്ഛനെയും മിസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ബുഷ് സ്കൂളിലെ മറ്റു കുട്ടികളോടൊപ്പം ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. ഈ ഗെയിം വഴി മരിച്ചുപോയവരുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി അവരോടൊപ്പം സമയം ചെലവഴിക്കാം. അതുപോലെ അവർ മറ്റൊരു ലോകത്തു നിന്നാണ് നമ്മുടെ ലോകത്തേക്ക് വരുന്നത്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാ? ഒച്ചയുണ്ടാക്കാതെ ഇവിടെ വന്ന് ഇരിക്ക്. ഞാൻ എൻ്റെ ഗ്രാൻഡ്മയെ വിളിക്കാൻ പോകുക. എനിക്ക് ഗ്രാൻഡ്മയെ ഒരുപാട് ഇഷ്ടമാ. അതുപോലെ അവരെ മീറ്റ് ചെയ്ത് ഒരുപാട് ദിവസങ്ങളുമായി. ഇതിൽ മരിച്ചുപോയ എല്ലാവരെയും വിളിക്കാൻ പറ്റുമോ? ആ, ആരെ വേണമെങ്കിലും വിളിക്കാം. എന്നാൽ ശരിയായ രീതിയിൽ വിളിക്കണം. അതിനുശേഷം വളരെ ശ്രദ്ധയോടെ നമ്മൾ അവരെ തിരിച്ചയക്കണം. അങ്ങനെ നമ്മൾ അവരെ തിരിച്ചയച്ചില്ലെങ്കിൽ വളരെ വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടാകും. ഉടനെ ബുഷ് ഗെയിം കളിക്കാൻ തുടങ്ങി. എല്ലാവരും റൂമിലുള്ള ലൈറ്റുകൾ ഓഫാക്കി. അപ്പോൾ പെട്ടെന്ന് ആ റൂമിലേക്ക് ഒരു ആത്മാവ് വന്നു. പെട്ടെന്ന് ആ റൂം ഭയങ്കരമായി അനങ്ങാൻ തുടങ്ങി. അവസാനം ബുഷിന്റെ മുത്തശ്ശിയുടെ ആത്മാവും വന്നു. ബുഷ് ആത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. കിഡ്സ് ഇതെല്ലാം നോക്കിക്കൊണ്ടുമിരുന്നു. അവരെല്ലാവരും ആ മുത്തശ്ശി വന്നതിന് ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. ഗോ ബാക്ക് ഗ്രാൻഡ്മ. നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്കിപ്പോൾ പോകാം. ഇതുപോലെ എനിക്കും എന്റെ അമ്മയെ കാണാൻ പറ്റും. എനിക്ക് ചോദിക്കണം, എന്നെ വിട്ട് തനിയെ എവിടേക്കാണ് പോയതെന്ന്. ബുഷ്, നീ ഈ കളി എനിക്ക് പറഞ്ഞു തരുമോ? എനിക്ക് എന്റെ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്. ഓക്കെ കിഡ്സ്, നിന്റെ ആഗ്രഹം പോലെ തന്നെ ചെയ്യാം. എന്നാൽ നീ എന്ത് ചെയ്യണമെന്നാൽ ആ ആത്മാവിനെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് നല്ല രീതിയിൽ, അതായത് നല്ലതുപോലെ പ്രെയർ ചെയ്ത് നീ അവരെ അവരുടെ ലോകത്തേക്ക് തിരിച്ചയക്കണം. ശരി ബുഷ്, ഞാൻ ശ്രദ്ധിച്ചോളാം. അതിനുശേഷം ബുഷ് ആ കളിയുടെ എല്ലാ റൂളുകളും അവൾക്ക് പറഞ്ഞു കൊടുത്തു. ആ പെൻഡക്കിളും അവളുടെ കയ്യിൽ കൊടുത്തു. അതുണ്ടെങ്കിലേ കളിക്കാൻ പറ്റൂ. കറുത്തവാവ് ദിവസം രാത്രി കിഡ്സ് അവളുടെ മുറിയിൽ തനിയെ വന്ന് ആ പെൻഡക്കിൾ അവിടെ വെച്ചു. അവൾ അതിന്റെ നടുക്കൊരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥനയും തുടങ്ങി. ശേഷം അവളുടെ അമ്മയും അച്ഛനെയും വിളിക്കാൻ തുടങ്ങി. പ്ലീസ് കം ബാക്ക്, പ്ലീസ് കം ബാക്ക്. ഓൺ ദ നെയിം ഓഫ് ഗോഡ് ആൻഡ് ഡെവിൾ, ഐ ആം കോളിംഗ് യു. അപ്പോൾ പെട്ടെന്നാരോ കതകിൽ മുട്ടുന്നു. കിഡ്സ് പെട്ടെന്ന് അതെല്ലാം എടുത്ത് സൈഡിൽ വെച്ച് അവൾ കതകും തുറന്നു. അപ്പോൾ മറിയ അവിടേക്ക് സബ്രീന പാവയെ എടുത്തുകൊണ്ടുവന്നു. അത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് നീ വെളിയിൽ തന്നെ വെച്ചു മോളെ, അത് തരാൻ വന്നതാ. ഗുഡ് നൈറ്റ്. താങ്ക് ഗോഡ്.
ആന്റി എന്നെ ആ പെന്തക്കളിനൊപ്പം കണ്ടില്ല. കാണാത്തത് ഭാഗ്യം. എന്നാൽ ഇനി അമ്മയെ കാണാനായി ഞാൻ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. എന്താ മോളെ ആലോചിക്കുന്നേ? ഒന്നുമില്ല ആന്റി, വെറുതെ. എനിക്ക് ഉറക്കം വരുന്നു. താങ്ക്സ് ഫോർ ദ ഡോൾ. കിഡ്സ് ആ പാവയെ അടുത്തു വെച്ച് ഉറങ്ങി. അവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ആ ഡോൾ കണ്ണു തുറന്നു. പിന്നെ അത് പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന ഒരു ചെയറിൽ പോയിരുന്നു. അങ്ങനെയെങ്കിൽ കിഡ്സിന്റെ പ്രാർത്ഥന വെറുതെയായില്ല. മറ്റൊരു ലോകത്തെ ആത്മാവ് സബ്രീന പാവയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു. സബ്രീന പിന്നെയും പിന്നെയും വേറെ വേറെ ഇടത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. നാളെ രാത്രി ഞാൻ വീണ്ടും പെന്തക്കൾ വഴി അമ്മയെ വിളിക്കും. ഇനി അമ്മയെ കാണുന്നത് ആരെ കൊണ്ടും തടയാൻ പറ്റില്ല. അടുത്ത ദിവസവും കിഡ്സ് പെന്തക്കൾ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സബ്രീന ഡോൾ വീണ്ടും വ്യത്യസ്തമായി കാണപ്പെട്ടു. അത് പെട്ടെന്നൊരു പ്രേതമായ രൂപം മാറി. പിന്നെ പെട്ടെന്ന് അതിന്റെ നഖങ്ങൾ വളരാൻ തുടങ്ങി. മുടിയും ചുമപ്പ് നിറമായി മാറി. പെട്ടെന്ന് കാലുകളും തിരിഞ്ഞു. അവൾ തറയിൽ നിന്നും 1 ഫീറ്റ് മുകളിൽ പറന്നുകൊണ്ടിരുന്നു. അതിനുശേഷം അത് പെട്ടെന്ന് മരിയയെയും ആക്രമിക്കാൻ തുടങ്ങി. കൊന്നുകളയും ഞാൻ നിന്നെ, കൊന്നുകളയും. ആരാ നീ? എങ്ങനെ ഇവിടെ വന്നത്? ഇവിടെ നിന്നും പോ. അപ്പോൾ പെട്ടെന്ന് ആ പ്രേതം മരിയയെയും അവളുടെ ഭർത്താവിനെയും ആക്രമിക്കാൻ തുടങ്ങി. രണ്ടുപേരും വേദനയിൽ പിടയാൻ തുടങ്ങി. അത് എങ്ങനെയും മരിയയിൽ പ്രവേശിക്കാൻ നോക്കി. എന്നാൽ അവർ 3 പേരും അകത്തു നിന്ന് വെളിയിലേക്ക് ഓടി വന്നു. എന്റെ ദൈവമേ, ഇതൊക്കെ എങ്ങനെ നടന്നു? ആരാ ഇവൾ? എന്തിനാ നമ്മുടെ വീട്ടിൽ വന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. എന്താണെന്നുള്ളത് കണ്ടെത്തണം. എന്റെ ഫ്രണ്ട് പാരനോർമൽ എക്സ്പേർട്ട് ഡെർല എനിക്കിതിനു വേണ്ടിയുള്ള ഒരു പരിഹാരം പറഞ്ഞു തരും. വേഗം പോകാം, ഇല്ലെങ്കിൽ അത് നമ്മളെ എന്തെങ്കിലും ചെയ്യും. ജോണിയും മരിയയും ഡെർലിയെ കാണാനായി പോയി. എന്നിട്ട് അവരോട് നടന്ന കഥകളെല്ലാം പറഞ്ഞു. ഇതേതോ പഴയ പ്രേതമായിരിക്കണം. അതാരോടോ പക തീർക്കാൻ വന്നിരിക്കുന്നു. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ഇതറിയണമെങ്കിൽ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോകണം. അതിനുശേഷം അവർ 4 പേരും വീണ്ടും വീട്ടിലേക്ക് വന്നു. പിന്നെ അവർ ആ ചാർലി ഗെയിമിന്റെ സഹായത്തോടെ പെന്തക്കൾ ഉപയോഗിച്ച് വീണ്ടും ആ പ്രേതത്തെ വിളിച്ചു വരുത്താൻ തുടങ്ങി. എന്നാൽ ആ പ്രേതത്തിന് എത്ര ശക്തി ഉണ്ടായിരുന്നെന്നാൽ അത് ആ ഗെയിം തന്നെ കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ആ വീട് മുഴുവനും തന്നെ ഇരുട്ടിൽ മുങ്ങിപ്പോയിരുന്നു. അതിനുശേഷം റൂമിലുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം താഴെ വീഴാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് കിഡ്സും പറക്കാൻ തുടങ്ങി. അയ്യോ, കിഡ്സിന് എന്തു പറ്റി? അടുത്തു നിന്നും മാറൂ, അവൾ വശത്തായി. പ്രേതം ഇപ്പോ അവളുടെ അകത്താണ്. അടുത്തേക്ക് പോകരുത്. എന്നാൽ എനിക്ക് എങ്ങനെ എന്റെ കുഞ്ഞിനെ തനിയെ വിടാൻ പറ്റും? അതിനുശേഷം കിഡ്സ് അവരെ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. അവൾ തലകീഴായി തൂങ്ങിക്കിടന്നു. പിന്നെ അവൾ കാറ്റിൽ പറക്കാൻ തുടങ്ങി. അവളുടെ ശക്തി എത്ര ഭയങ്കരമായിരുന്നെന്നാൽ അവർക്ക് 3 പേർക്കും അവളെ തടയാൻ പറ്റിയില്ല. ഉടനെ അവളുടെ കണ്ണിൽ നിന്നും ചോരക്കണ്ണീർ ഒഴുകാൻ തുടങ്ങി. പിന്നെ അവൾ മരിയയുടെ കഴുത്തിൽ പിടിച്ചു. ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. ഉടനെ ഡെർല ഉച്ചത്തിൽ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അവൾ കിഡ്സിനെ കയ്യിൽ പിടിച്ചു. കിഡ്സിന്റെ ദേഹത്ത് നിന്നും പ്രേതത്തെ വെളിയിലെടുത്ത് ആ പ്രേതത്തെ അകത്ത് തന്നെ വിട്ട് കതകടച്ച് വെളിയിലേക്ക് ഓടി വന്നു. താങ്ക് ഗോഡ്, നമ്മൾ കതകടച്ചു. ഇനി അവൾ വീട്ടിൽ നിന്നും വെളിയിൽ വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഡെർല? ഞങ്ങൾ അതിനെ എന്ത് ചെയ്തു? ആ പ്രേതം ഒരു ചെകുത്താന്റെ കുഞ്ഞാണ്. വളരെ ശക്തിയുള്ള പ്രേതമാണത്. ആരോ അതിനെ വരാൻ പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് ആ പ്രേതം ഈ വീട്ടിലേക്ക് വന്നത്. ആര് ചെയ്തു? ഇത് കേട്ടതും കിഡ്സ് വളരെ ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. ഞാൻ വിളിച്ചതാ ആന്റി. എനിക്കെന്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്റെ ദൈവമേ, നീ എന്താ ചെയ്തത്? ഇതേ പ്രേതത്തിനെ തന്നെയാണ് നിന്റെ അമ്മയും വിളിച്ചത്. അതേ പ്രോസസ് നടക്കുമ്പോൾ തന്നെയായിരുന്നു നിന്റെ അമ്മയും മരിച്ചുപോയത്. എന്റെ ദൈവമേ, ഇപ്പോൾ നമ്മൾ എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടും? ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ മറിയ. ഈ കറുത്ത മലയിലെ ഗുഹയിൽ ഒരു പെട്ടിയുണ്ട്. അത് നിങ്ങൾ എടുത്തുകൊണ്ടുവരണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രേതത്തെ നമുക്ക് നശിപ്പിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അത് ഇവിടം വിട്ടു പോകില്ല. കുറച്ചുപോലും ടൈം വേസ്റ്റ് ചെയ്യണ്ട. അത് വരുന്നതിന് മുമ്പ് നമുക്കത് പോയി എടുത്തിട്ട് വരാം. ഡെർല പറഞ്ഞതുപോലെ ജോണിയും മരിയയും ഗുഹയിൽ പോയി പെട്ടി എടുത്തുകൊണ്ടുവന്നു. അവർക്ക് തോന്നി ഇതോടെ എല്ലാം ശരിയാകുമെന്ന്. എന്നാൽ അത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. വീട് വിട്ട് വെളിയിൽ വരുമ്പോൾ കിഡ്സ് ആ സബ്രീന ഡോളിനെ എടുത്തുകൊണ്ടുവന്നു.
കുറച്ചു നേരം വരെ ആ പാവ നിശബ്ദമായിരുന്നു. എന്നാൽ അതിനുശേഷം ആ പാവയ്ക്കുള്ളിൽ ആ പ്രേതത്തിന്റെ ആത്മാവ് കയറി. ഉടനെ അത് കണ്ണു തുറന്നു നോക്കി. ആരാ നീ? നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ നിന്നെയും കൊന്നുകളയും. പിന്നെ എന്റെ ലോകത്തേക്ക് നിന്നെയും കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ആ പ്രേതം മരിയയുടെ ദേഹത്ത് കയറി. മരിയയുടെ രൂപം പൂർണ്ണമായും മാറി. അവൾ കാറ്റിൽ പറക്കാൻ തുടങ്ങി. ജോണി, ഡാർല, കിഡ്സ് ഇത് കണ്ട് പേടിച്ചു. ഡേർല ശബ്ദത്തിൽ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. ഓൺ ദ നെയിം ഓഫ് ജീസസ് ഡീമൺ ഗോ എവേ. ഓൺ ദ നെയിം ഓഫ് ജീസസ് ഡീമൺ ഗോ എവേ. അവിടെ ഡേർല മന്ത്രം ചൊല്ലിക്കൊണ്ടേ പ്രേതത്തിന്റെ വശത്തായിരുന്ന മരിയയുടെ ദേഹത്ത് ഹോളി വാട്ടർ തളിച്ചു. ആ പ്രേതത്തിന് താങ്ങാൻ പറ്റിയില്ല. അത് ഡേർലിയെ ആക്രമിക്കാൻ തുടങ്ങി. ഡേർലയുടെ കയ്യിൽ നിന്നും ഡയറി തട്ടിയെടുക്കാൻ അത് ശ്രമിച്ചു. പിന്നെ അതിന്റെ പല്ലുകൾ ഡേർലയുടെ കഴുത്തിൽ വെച്ച് അത് ചോര കുടിക്കാൻ തുടങ്ങി. വിട്ടേക്ക്, അവളെ വിട്ടേക്ക്. അവള് നിന്നെ ദ്രോഹിച്ചൊന്നുമില്ലല്ലോ. മിണ്ടാതെ കത്തിയെടുത്തിട്ട് വാ. മരിയയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ? ഒന്നും സംഭവിക്കില്ല. ഞാൻ മന്ത്രം ജപിക്കുന്നുണ്ട്. നീ അവളെ കുത്ത്. അവർ തമ്മിൽ പിടിവലി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഡേർല വളരെ ശബ്ദത്തിൽ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജോണി പിന്നിലൂടെ വന്ന് മരിയയെ കത്തികൊണ്ട് കുത്തി. അപ്പോൾ പ്രേതം മരിയയുടെ ദേഹത്തു നിന്നും വെളിയിലേക്ക് വന്ന് താഴെ വീണ് പിടഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ ഡേർല ഹോളി വാട്ടർ അതിന്റെ മേൽ ഒഴിച്ചു. അത് ഉടനെ പുകയായി മാറി മാഞ്ഞുപോയി. അതിനുശേഷം ആ പാവയും വിട്ടുവെക്കാതെ അതിനെ കത്തിച്ചു കളഞ്ഞു. നിങ്ങളിതെന്താ ചെയ്യുന്നത്? ഇതിനെ ഉറപ്പായും കത്തിക്കണം, അല്ലെങ്കിൽ ആ പ്രേതം വീണ്ടും വരും. പതിയെ എല്ലാം ശരിയായി. ഇപ്പോൾ കിഡ്സും ജോണിയെയും മരിയയും തന്റെ മാതാപിതാക്കളായും അംഗീകരിച്ചു. അപ്പോൾ മറ്റൊരു ദിവസം ജോണി വീണ്ടും അവൾക്ക് വേണ്ടി ഒരു പാവയെ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ പെട്ടെന്ന് അന്ന് നൈറ്റ് ആ പാവയുടെ കണ്ണുകൾ തുറന്നു. ഈ കഥ 1804 ജോൺ ബെല്ലും കുടുംബവും 300 ഏക്കർ സ്ഥലത്തിൽ തന്റെ വീട് നിർമ്മിച്ച് താമസിച്ചിരുന്നു. അത് ആഡം ടെൻഡൻസി എന്ന പേരിൽ അറിയപ്പെട്ടു. അവർ വളരെ സന്തോഷത്തോടെ 10 വർഷം അവിടെ കഴിഞ്ഞുകൂടി. 1817 ഒരു വഴിത്തിരിവ് സംഭവിക്കുകയും അത് അവരുടെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തു. ഒരു രാത്രി ജോൺ തന്റെ മകൾ എലിസബത്ത് ബെല്ലിന്റെ റൂമിലേക്ക് വന്നു. അവൾ അവിടെ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എലിസബത്ത്, നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്റെ കുഞ്ഞെ? അതെ അച്ഛാ, ഞാൻ ഉറങ്ങാൻ പോകുന്നു. എലിസബത്ത് പതിയെ അവളുടെ കിടക്കയിൽ കിടന്നു. അപ്പോൾ ജോൺ അവൾക്ക് പുതച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ക്യാൻഡിൽസ് ഓഫാക്കാനായി പോയി. വേണ്ട അച്ഛാ, ക്യാൻഡിൽസ് ഓഫാക്കണ്ട. എനിക്ക് ഇരുട്ട് പേടിയാകുന്നു. ഇതിനു മുമ്പ് നിനക്ക് ഇരുട്ട് പേടിയില്ലായിരുന്നല്ലോ എലിസബത്ത്. എന്നാൽ ഇപ്പോൾ എന്ത് പറ്റി? അറിയില്ല അച്ഛാ, പക്ഷേ മനസ്സിലെന്തോ പേടി തോന്നുന്നു. നമുക്കിതിനെക്കുറിച്ച് നാളെ സംസാരിക്കാം. മോൾ ഇപ്പോൾ കിടന്നുറങ്ങും. എലിസബത്ത് തന്റെ കിടക്കയിൽ ഉറങ്ങാനായി തുടങ്ങി. പെട്ടെന്ന് ഭയങ്കരമായ കാറ്റ് വീശാൻ തുടങ്ങി. പിന്നെ ഇടിയുമിടിക്കാൻ തുടങ്ങി. പതിയെ കതക് തുറക്കുന്ന ശബ്ദവും കേട്ടു. പിന്നെ ഇങ്ങനെ സംഭവിച്ചു. ഒരു നിഴൽ രൂപം എലിസബത്തിന്റെ കട്ടിലിന്റെ അടുത്ത് നിൽക്കുന്നു. അതിന്റെ നീളമുള്ള മുടികൾ പറക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കണ്ണുകൾ തുറച്ചു നോക്കുന്നു. അത് പതുക്കെ പതുക്കെ എലിസബത്തിന്റെ പുതപ്പ് വലിച്ച് താഴേക്കിടാൻ തുടങ്ങി. എലിസബത്തും പുതപ്പ് മുകളിലേക്ക് വലിച്ചിട്ടു. അത് പിന്നെയും പുതപ്പ് താഴേക്ക് വലിച്ചു. എലിസബത്ത് കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൾ മുകളിലേക്ക് നോക്കി. അവിടെ പ്രേതം കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പറന്നു നടക്കുന്നു. അത് കണ്ടതും എലിസബത്തിന്റെ ജീവൻ തന്നെ പോകാറായി. അവൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അച്ഛാ, അച്ഛാ, രക്ഷിക്കൂ അച്ഛാ! ജോൺ വെപ്രാളത്തിൽ ഓടി വന്ന് കതക് തുറന്നു. എന്തുപറ്റി എലിസ? പ്രേത സ്വപ്നം വല്ലതും കണ്ടോ? എലിസബത്തിന് ശബ്ദം പോലും പുറത്തെടുക്കാനായില്ല. അവൾ പേടിച്ച് വിറച്ച് മുകളിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. ആ ഞെട്ടലിൽ നിന്നും അവളുടെ കണ്ണുകളും മനസ്സും ഇതുവരെ മാറിയില്ല. അച്ഛാ, ഞാൻ അച്ഛന്റെ മുറിയിൽ കിടക്കാം. പ്ലീസ്, എനിക്കിവിടെ ഉറങ്ങണ്ട. ശരി മോളെ, അമ്മയെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞാൻ നിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങിക്കോളാം. അവളുടെ ആരോഗ്യം കുറച്ച് മോശമാണ്. അടുത്ത ദിവസം എലിസബത്തിന്റെ അമ്മ ഫ്രീഡ വെളിയിൽ തുണി വിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് എലിസബത്ത് വന്നു. മോളെ എലിസബത്ത്, നീ ഇന്നലെ മുഴുവൻ
സ്വപ്നം കണ്ടിരുന്നു. അല്ലമ്മേ, അതെല്ലാം സത്യമാണ്. നിങ്ങൾക്കെല്ലാം തോന്നും ഞാൻ കള്ളമാണ് പറയുന്നതെന്ന്, പക്ഷേ എല്ലാം സത്യമാ. ശരി മോളെ, നീ മുറിയിലേക്ക് പോയിക്കോ. ഞാൻ ലഞ്ച് തയ്യാറാക്കിയിട്ട് നിന്നെ വിളിക്കാം. എലിസബത്ത് അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഫ്രീഡ തുണികൾ വിരിച്ചതിനു ശേഷം വീടിനുള്ളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ പ്രേതം ഫ്രീഡ അകത്തേക്ക് പോകുന്നത് നോക്കിക്കൊണ്ടു നിന്നു. അത് പെട്ടെന്ന് അവിടെ നിന്നും പറന്നു വന്നപ്പോൾ അവിടെയുള്ള എല്ലാ തുണികളും താഴേക്ക് വീണു. ഫ്രീഡ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും ആ പ്രേതം അവളുടെ അടുത്ത് തന്നെ നിൽക്കുന്നു. ആ പ്രേതം ഫ്രീഡയുടെ കയ്യിൽ മുറിവേൽപ്പിച്ചു, പിന്നെ ചവിട്ടി മാറ്റി. ഫ്രീഡ ദൂരേക്ക് തെറിച്ചു വീണു. എലിസബത്ത് ഓടി ഓടി അവിടേക്ക് വന്നപ്പോൾ അവൾ കണ്ടു പ്രേതം ഫ്രീഡയുടെ കഴുത്തിൽ പിടിച്ച് അവളെ മുകളിലേക്ക് ഉയർത്തുന്നു. അവളുടെ ഭയാനകമായ രൂപം കണ്ട് എലിസബത്ത് ഒരുപാട് പേടിച്ചു. അമ്മേ, എന്റെ അമ്മേ വിടൂ, ഇവിടെ നിന്നും നീ പോകൂ. ആരെയും ഞാൻ വെറുതെ വിടില്ല, ആരെയും വിടില്ല. എല്ലാവരെയും ഞാൻ കൊല്ലും. ഞാൻ തിരികെ വരും, വന്ന് നിങ്ങളെ എല്ലാവരെയും കൊല്ലും. ആ പ്രേതം അപ്പോൾ മറഞ്ഞുപോയി. അമ്മയും മകളും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ജോൺ വന്നു. അവരുടെ ഇരിപ്പ് കണ്ടതും അവൻ ഒരുപാട് പേടിച്ചുപോയി. എനിക്ക് എന്തെങ്കിലും ചെയ്യണം. എന്റെ കുടുംബത്തിനെ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കൂട്ടുകാരൻ ജാക്സനെ വിളിക്കാൻ പോകുവാണ്. അവൻ ഒരു പാരനോർമൽ ആക്ടിവിസ്റ്റ് ആണ്. അവൻ ഉറപ്പായും നമ്മളെ സഹായിക്കും. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരുമിച്ചിരിക്കാം. രാത്രി ജോണും അവന്റെ കുടുംബവും ഒരിടത്ത് തന്നെ ഇരുന്നു. ജോണിന്റെ കയ്യിൽ ഒരു ക്രോസ് ഉണ്ടായിരുന്നു. ഫ്രീഡയും എലിസബത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അവന്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ജോൺ, എന്നെ രക്ഷിക്കൂ ജോൺ. അവനപ്പോൾ ശ്രദ്ധിച്ചു, ആ ശബ്ദം ഫ്രീഡയുടേതാണ്. പിന്നെ ആ ശബ്ദം എലിസബത്തിന്റെ ശബ്ദമായി മാറാൻ തുടങ്ങി. അച്ഛാ, എന്നെ രക്ഷിക്കൂ അച്ഛാ. ജോൺ ഫ്രീഡയും എലിസബത്തും ഉറങ്ങുന്നത് കാണുന്നു. അപ്പോൾ അവന് മനസ്സിലായി ഇതെല്ലാം ചെയ്യുന്നത് ആ പ്രേതം ആണെന്ന്. ജോണിന് വളരെ ഒച്ചയുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദത്തിൽ അവന്റെ കയ്യിലുള്ള ക്രോസ് താഴേക്ക് വീണു. ആ ക്രോസിന്റെ മുകളിലേക്ക് ഒരു കസേര പറന്നു വരികയും വീഴുകയും ചെയ്തു. ജോൺ ക്രോസ് എടുക്കാൻ ചിന്തിച്ചു. അപ്പോഴും അവന് ഭയാനകമായ ശബ്ദം കേട്ടു. അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും ആ പ്രേതം ഫ്രീഡയുടെ അടുത്തേക്ക് വന്ന് അവളെ ആക്രമിക്കാൻ തുടങ്ങി. വിടൂ, എന്റെ കുടുംബത്തെ വിട്ടേക്കൂ. അവിടെ അപ്പോൾ ജാക്സൺ വന്നു പ്രേതത്തിനെ ക്രോസ് എടുത്ത് കാണിച്ചു. പ്രേതം തന്റെ ഉഗ്രരൂപത്തിലേക്ക് മാറി, പിന്നെ ദൂരേക്കും പോയി. നീ എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ ജോണിന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നത്? പ്രേതം ദേഷ്യത്തോടെ ജോണിനെ തന്നെ നോക്കി, പിന്നെ ഫ്രീഡയുടെ മുടിയിൽ പിടിച്ച് അവളെ ബലമായി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഈ ജോണിനോട് ചോദിക്കും ഞാൻ ആരാണെന്ന്. പറയൂ ജോൺ, ഞാൻ ആരാണെന്ന്. കേറ്റ് ബാറ്റ്, ഇവൻ എന്നെ 10 വർഷം മുൻപ് കൊന്നതാണ്. ഇത്രയും നാളുകളായി ഞാൻ പ്രതികാരം ചെയ്യാനായി കാത്തിരുന്നു. എനിക്കിപ്പോൾ ശക്തി കിട്ടി. ഇപ്പോൾ ഞാൻ ആരെയും വെറുതെ വിടില്ല. ഇവന്റെ മുഴുവൻ കുടുംബത്തെയും ഞാൻ ഇല്ലാതെയാക്കും. അങ്ങനെ ഇവന്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഈ ജോൺ ഇപ്പോൾ മരിക്കണം. അങ്ങനെയെങ്കിൽ ഇവന്റെ മുഴുവൻ കുടുംബത്തെയും ഞാൻ വെറുതെ വിട്ടേക്കാം. എല്ലാവരും ഇത് കേട്ട് അമ്പരന്ന് നിന്നു. ജോൺ തന്റെ കണ്ണുകളടച്ച് പെട്ടെന്ന് കരയാനായി തുടങ്ങി. ജോൺ, ആരാണ് കേറ്റ്? എന്നോട് പറ. കേറ്റ് ഞങ്ങളുടെ അയൽവാസിയായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ 300 ഏക്കർ സ്ഥലമുണ്ട്. അതിലെ 200 ഏക്കർ അവരുടെ സ്വന്തമായിരുന്നു. എന്റെ കുടുംബം അന്ന് ഈ വീട്ടിലേക്ക് താമസം മാറിയില്ലായിരുന്നു. എന്റെ നോട്ടമെല്ലാം കേറ്റിന്റെ സ്വത്തിലായിരുന്നു. ഒരു ദിവസം ഞാൻ അവരുടെ സ്ഥലത്തെപ്പറ്റി സംസാരിച്ചു, പക്ഷെ അവർ ഒരു താല്പര്യവും കാട്ടിയില്ല. അപ്പോൾ എന്റെ ഈഗോ ഹെർട്ടായി. ഒരു രാത്രിയിൽ ഞാൻ അവരെ കൊന്നുകളഞ്ഞു. അങ്ങനെ അവരുടെ സ്വത്തെല്ലാം ഞാൻ കൈക്കലാക്കി. അച്ഛൻ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു. ഈ പ്രേതം പ്രതികാരം ചെയ്യുന്നു. അതിന് ജോണിന്റെ മരണം കാണണം, അല്ലെങ്കിൽ അത് ഈ കുടുംബത്തെ വിട്ടുവെക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് അവിടെയുള്ള എല്ലാ ക്യാൻഡിൽസും ഓഫായി. കണ്ണുകളിൽ ദേഷ്യത്തോടെ ആ പ്രേതം വീണ്ടും തിരികെ വന്നു. എലിസബത്തിന്റെയും ഫ്രീഡയുടെയും അടുത്തു ചെന്ന് 2 പേരുടെയും കഴുത്തിൽ പിടിച്ച് അവരെ മുകളിലേക്ക് പിടിച്ചുയർത്തി. എന്താ ചിന്തിക്കുന്നത് ജോൺ? നിന്റെ കുടുംബത്തിന്റെ മരണം നിന്റെ കൺമുൻപിൽ തന്നെ കാണണോ?
ജോൺ പെട്ടെന്ന് ഷോക്കായി. അവൻ പതിയെ പതിയെ മുന്നിലേക്ക് വന്ന് ടേബിളിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അവൻ അവനെ തന്നെ കുത്തി. പ്രേതം അവരെ രണ്ടുപേരെയും താഴെ ഇറക്കി അവിടെ നിന്നും മാഞ്ഞുപോയി. എലിസബത്തും ഫ്രീഡയും ജോണിന്റെ അടുത്ത് നിന്ന് കരയാൻ തുടങ്ങി. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ദ ജിൻ. ഇത് നടന്നത് 1927-ലാണ്. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഒരു അപകടത്തിൽ മരിച്ചു പോയിരുന്നു. അതിനുശേഷം ഞാൻ സബീന മുത്തശ്ശിയോടൊപ്പം ബാഗ്ദാദിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മുത്തശ്ശിയോട് എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് പറയുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങളാകുന്നു. ഞാനിപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മുത്തശ്ശി, എനിക്കിപ്പോൾ വേറെ ഗ്രാമത്തിൽ പോയി പഠിക്കണം. അനുഗ്രഹിക്കും മുത്തശ്ശി. ശരി മോനെ, നന്നായി പഠിക്കണം, നല്ല പേര് വാങ്ങിക്കണം. ശരി, നീ ഏതു വഴിയിൽ കൂടിയാ സ്കൂളിൽ പോകുന്നേ? മുത്തശ്ശി, അത് ഗ്രാമത്തിനടുത്തൊരു കുളമില്ലേ, അതിൻ്റെ അടുത്തുള്ള വഴിയിൽ കൂടെയാ പോകുന്നത്. ആ വഴിയോ? ആ കുളത്തിനടുത്തുള്ള ആ വഴിയോ? ഇല്ല, ആ കുളത്തിനടുത്തുകൂടി നീ പോകരുത്. മുത്തശ്ശി, എന്നാൽ എന്താ? എന്നാലും പിന്നാലും ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ആ കുളത്തിനടുത്തുകൂടി ആരും പോകില്ല. അന്ന് ആ കുളത്തിനടുത്തൂടെ പോകാൻ മുത്തശ്ശി എന്നെ അനുവദിച്ചതേയില്ല. എന്നാൽ മുത്തശ്ശി എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ വഴിയിൽ കൂടെ തന്നെ സ്കൂളിലേക്ക് പോകണമെന്നും ഞാൻ തീരുമാനിച്ചിരുന്നു. അതുപോലെ അപ്പോൾ എനിക്ക് നല്ല 2 സുഹൃത്തുക്കളെയും കിട്ടി. അവരുടെ പേരാണ് ആഫ്രിൻ, ഹംസ. ഞങ്ങൾ 3 പേരും ആ കുളത്തിന്റെ അടുത്തുകൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നിനക്കറിയാമോ ഉമർ, എന്റെ അമ്മ പറഞ്ഞു ഈ കുളത്തിനടുത്ത് ജിന്നുണ്ടെന്ന്. അവർ ഒരുപാട് പേരെ തിന്നിട്ടുണ്ടത്രേ. പിന്നെ അവരെ ഒരു പാത്രത്തിലാക്കി ഇവിടെ തന്നെ ഇട്ടത്രേ. നീ ഇതെന്താ പറയുന്നത് ആഫ്രിൻ? എന്റെ മുത്തശ്ശിയും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അതുപോലെയൊന്നും എനിക്ക് തോന്നിയതേയില്ല. ഇതൊരു ശാന്തമായ സ്ഥലം തന്നെയാണ്. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുളത്തിൽ നിന്നും 2 കണ്ണുകൾ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് ചിരിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു മുഖം തെളിഞ്ഞു. ആഫ്രിന് തോന്നി ആരോ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ. അവൾ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആരാ അവിടെ? ആരാ? അവിടെ എങ്ങും ആരും തന്നെയില്ല. നീ നിന്റെ നിഴൽ കണ്ട് പേടിച്ചതാ. അപ്പോൾ ദൂരത്തിൽ അവിടെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. അവർ കീറിയ തുണിയിട്ടിരുന്നു. അവരുടെ അടുത്തൊരു തൊട്ടിയും ഉണ്ടായിരുന്നു. അവർ കരഞ്ഞുകൊണ്ടിരുന്നു. അയ്യോ, ഇവരെന്തിനാ കരയുന്നേ? ഉമർ, അവരുടെ അടുത്തേക്കൊന്നും പോകണ്ട. അവരാരാണെന്ന് പോലും അറിയില്ല. പേടിയാകുന്നു. രണ്ടുപേരും ഇവിടുന്ന് പൊക്കോ. ഇങ്ങനെ പേടിച്ച് ചാകല്ലേ ആഫ്രിൻ. നിന്റെ ഒപ്പം ഞങ്ങൾ 2 പേരുമില്ലേ? 3 പേരും ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. നിങ്ങൾ എന്തിനാ കരയുന്നേ? ഇന്നത്തെ ദിവസം മുഴുവനും ഞാൻ ഒരു മീനെ പോലും പിടിച്ചതേയില്ല. അതുമല്ലാതെ എന്റെ കയ്യിൽ കുറച്ച് പണവും ഉണ്ടായിരുന്നു. അതും ഈ കുളത്തിലേക്ക് തന്നെ വീണുപോയി. ഞാൻ എന്റെ മുതലാളിയോട് എന്തു മറുപടി പറയും? എന്റെ കുഞ്ഞുങ്ങൾ വിശന്നു മരിച്ചു പോകും. ഞാനും ഇതേ കുളത്തിൽ ചാടി മരിച്ചു പോകാം. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങളുടെ പണം എവിടെയാ വീണതെന്ന് പറയൂ. അത് ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാം. അതുപോലെ നിങ്ങൾക്ക് മീനെ പിടിക്കാൻ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യാം. ഉമർ, എന്താ ഈ പറയുന്നേ? ഇരുട്ടായി. നിനക്ക് ഓർമ്മയില്ലേ, മുത്തശ്ശി ഈ വഴിയിൽ കൂടി വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശരിയായി തോന്നുന്നില്ല. വാ പോകാം. നിങ്ങൾ ഒന്നും മിണ്ടാതെ ഇവിടെ തന്നെ നിൽക്കേ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനിവരെ സഹായിക്കാതെ തിരിച്ചു വരില്ല. അപ്പോൾ പിന്നെയും കുളത്തിൽ 2 കണ്ണുകൾ കാണാൻ പറ്റി. അവിടെ ഒരു ചുഴി വന്നു. പെട്ടെന്ന് ചുറ്റിനും വ്യത്യസ്തമായി തോന്നി. അപ്പോൾ അവിടെ ഒരു രൂപം കണ്ടു. അതാദ്യം പാമ്പിനെ പോലെയിരുന്നു. പിന്നെ അത് പല്ലിയെ പോലെയായി. അത് രൂപം മാറിക്കൊണ്ടേയിരുന്നു. ആഫ്രിന് ഇതെല്ലാം കണ്ടപ്പോൾ എന്തോ സംശയം വന്നു. അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ അവൾക്ക് പിന്നെയും അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. ഉമർ, ഹംസ, എനിക്കെന്തോ നന്നായി തോന്നുന്നില്ല. വാ പോകാം. ഒന്നും മിണ്ടാതെ ഇവിടെ നിന്നോ. ഞാൻ കുളത്തിനുള്ളിലേക്ക് പോകാൻ പോവുക. ഉമർ അവന്റെ ഡ്രസ് ഊരിയിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അപ്പോൾ വെള്ളത്തിനടിയിൽ നീരൊഴുക്ക് കൂടിയിരുന്നു. അവൻ അവിടെ നിന്നും ഒരു പാത്രവും കിട്ടി. ആഹാ, ഇതെന്ത് പാത്രമാ? കാണാൻ നല്ല രസമുണ്ട്. ഞാനിത് വീട്ടിൽ കൊണ്ടുപോകുക. ഉമർ ഒരുപാട് നാണയങ്ങൾ പുറത്തെടുത്തുകൊണ്ടുവന്നു. പിന്നെ ആ സ്ത്രീക്ക് ഒരുപാട് മീനുകളെയും പിടിച്ചു കൊടുത്ത് സഹായിച്ചു. പിന്നെ ആ പാത്രം എല്ലാവരെയും കാണിച്ചു. ആ പാത്രം കണ്ടതും ആ സ്ത്രീയുടെ കണ്ണ് ചുമപ്പായി മാറി. പിന്നെ അവൾ ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി.
ഉടനെ വേഗത്തിൽ കാറ്റ് വീശാൻ തുടങ്ങി. പെട്ടെന്ന് ആ വെള്ളത്തിനടിയിൽ ഒരു വലിയ ചുഴി രൂപപ്പെട്ടു. നോക്കൂ, പാത്രം കിട്ടിപ്പോയി. 200 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എനിക്ക് ഈ പാത്രം കിട്ടിപ്പോയി. എനിക്കറിയാമായിരുന്നു നീ ഇതെടുത്തുകൊണ്ട് വരുമെന്ന്. ആ പാത്രം എന്റെ കയ്യിൽ താ. 200 വർഷങ്ങൾക്ക് ശേഷമോ? നിങ്ങളിതെന്താ പറയുന്നേ? ഈ പാത്രം എന്റേതാ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്നതാ. ഇത് ഞാൻ ഒരിക്കലും തരികയേയില്ല. പറഞ്ഞില്ലേ എന്തോ ശരിയല്ലെന്ന്? ഓടടാ ഇവിടുന്ന്. 3 പേരും വേഗത്തിൽ ഓടാൻ തുടങ്ങി. അപ്പോൾ ആ സ്ത്രീ ഒരു പട്ടിയുടെ രൂപത്തിലേക്ക് മാറി അവരുടെ പിറകെ തുരത്താൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ വളരെ ഭയങ്കരമായിരുന്നു. അവൾക്ക് ഉടനെ ചിറക് മുളയ്ക്കാൻ തുടങ്ങി. അവൾ മറ്റൊരു രൂപത്തിലേക്ക് മാറി അവരെ തുരത്തിക്കൊണ്ടിരുന്നു. പിന്നാലെ വന്ന് ഉമറിന്റെ കയ്യിലുള്ള പാത്രം അവൾ കൈക്കലാക്കി. മതി, നിങ്ങൾ ഒരുപാട് ഓടിക്കഴിഞ്ഞു. ഇനി ഈ പാത്രം എന്റേതാണ്. 200 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജിന്നിനെ കാണാൻ പോകുന്നു. എനിക്കറിയാം, നിന്നെ കൊണ്ട് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ അവൾ ഉമറിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ആ പാത്രം തുറന്നു. പാത്രം തുറന്നതും അതിനുള്ളിൽ നിന്നും വേഗത്തിൽ പുക വരാൻ തുടങ്ങി. പിന്നെ അതിൽ നിന്നും വളരെ വലിയ നീല നിറത്തിലുള്ള ഒരാൾ വെളിയിൽ വന്നു. അവന്റെ മുകളിലുള്ള ദേഹം കാണാൻ പറ്റി. പിന്നെ താഴേക്കുള്ള ദേഹം പാമ്പിനെ പോലെ ഇരുന്നു. ആ 200 വർഷങ്ങളായി അടഞ്ഞു കടന്നിരുന്ന എനിക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ആ ജിൻ ആ സ്ത്രീയുടെ ദേഹത്തേക്ക് കയറി. അവൾ അപ്പോൾ തീ തുപ്പാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ ചുമപ്പായി മാറി. പിന്നെ അവൾ ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. അവളുടെ ദേഹം അപ്പോൾ കാണാൻ പാമ്പിന്റെ ദേഹം പോലെയായി മാറി. 3 കുട്ടികളും അത് കണ്ട് പേടിച്ച് അവിടെ നിന്നും വേഗത്തിൽ ഓടാൻ തുടങ്ങി. അവരെക്കാൾ വേഗത്തിൽ ആ സ്ത്രീ അവരെ തുരത്തിക്കൊണ്ടേ വന്നു. അവൾ ഉമറിനെ പിടിച്ചു പൊക്കി വായിൽ നിന്നും എന്തോ തുപ്പി. ഇല്ല, എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ജിൻ ഉമറിന്റെ ശരീരത്തേക്ക് പ്രവേശിച്ചു. അവന്റെ വായിൽ നിന്നും പാമ്പിന്റെ വാല് പോലെ എന്തോ തൂങ്ങിക്കിടന്നു. അത് ടെന്റക്കിൾസ് പോലെയാണ്. കണ്ണെല്ലാം ചുമപ്പായി മാറി. പെട്ടെന്ന് അവിടെ മഴയും പെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ട് ഹംസയും അഫ്രീനും പേടിച്ച് അവിടെ നിന്നും വേഗത്തിൽ ഓടാൻ തുടങ്ങി. അവർ വേഗത്തിൽ ഓടി വന്ന് ഉമറിന്റെ മുത്തശ്ശിയോട് നടന്നതെല്ലാം പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഞാൻ നിങ്ങളോട് അവിടെ പോകരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ? അതെല്ലാം ജിന്നുകളാണ് കുട്ടികളെ. ഉമറിന്റെ അച്ഛനെയും അമ്മയെയും അവരാണ് തിന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളോട് അവിടെ പോകരുതെന്ന് പറഞ്ഞിരുന്നത്. ഈ ജിന്നെന്ന് പറഞ്ഞാൽ എന്താ മുത്തശ്ശി? ജിൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും വരും. അവരെല്ലാം പ്രേതങ്ങളാണ് മോനെ. അവരെല്ലാം മനുഷ്യർ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ദേഹത്തിൽ പ്രവേശിച്ച് അവരെ പോലെ തന്നെ രൂപം മാറും. അവരേത് രൂപത്തിൽ വേണമെങ്കിലും ഇരിക്കും. പ്രേതമായി, പിശാചായി, ഭൂതമായി. അവരെല്ലാം 20 കിലോ മുതൽ 200 കിലോ വരെ പൊക്കിയെടുക്കും. ചിലർ ജിന്നിനെ പോലെ ഇരിക്കും, മറ്റു ചിലർ പാമ്പുകളെ പോലെയും ഇരിക്കും. പട്ടിയും പാമ്പുമൊക്കെ അവരുടെ സുഹൃത്തുക്കളായി മാറും. പട്ടികളുടെ കണ്ണുകളാൽ ജിന്നുകളെ കാണാനും സാധിക്കും. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഉമർ തിരിച്ചു വരില്ലേ? എനിക്കുടനെ ഹാത്തിം ബാബയുടെ അടുത്തേക്ക് പോകണം. അദ്ദേഹം ഒരു പരിഹാരം കാണും. 2 പേരും വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഇങ്ങനെ പറഞ്ഞു മുത്തശ്ശി ഹാത്തിം ബാബയെ കാണാനായി പോയി. അദ്ദേഹത്തിന്റെ റൂമിലുള്ള എല്ലാം കാണാൻ വളരെ വ്യത്യസ്തമായിരുന്നു. എവിടെ നോക്കിയാലും നക്ഷത്രങ്ങൾ, പിന്നെ ചില മൃഗങ്ങളുടെ രൂപവും ഉണ്ടായിരുന്നു. വരൂ, പറയൂ. എന്റെ കൊച്ചുമകനെ, ആ പാത്രത്തിലെ ജിൻ. നിങ്ങളൊന്നും പറയണ്ട, എനിക്ക് എല്ലാം അറിയാം. നിന്റെ കൊച്ചുമകൻ ആ പ്രേതത്തിന്റെ ആഗ്രഹം നടത്തി. ആ ആത്മാവ് 200 വർഷങ്ങൾക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, സ്വാതന്ത്ര്യം. ഞാൻ നിനക്ക് വേണ്ടി അതിനെ വിളിച്ചു വരുത്താം. എന്നാലൊന്ന്, അത് വരുമ്പോൾ എന്തായാലും ഉറപ്പായാലും ഒരു ജീവനും കൊണ്ടേ പോകൂ. ഹാത്തിം ഉറക്കെ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. പിന്നെ തീയും കത്തിച്ചു. കുറച്ചു നേരത്തിനുള്ളിൽ ഉമർ ജിന്നിന്റെ ശരീരവുമായി അവിടേക്ക് വന്നു.
അവന് വലിയ വലിയ ചിറകുകൾ മുളച്ചിരുന്നു, കണ്ണുകൾ ചുമന്നിരുന്നു. അവൻ മുറിയിലേക്ക് വന്നതും ആ മുറി മുഴുവനും ചുമപ്പായി മാറി. നീ അവന്റെ ഉള്ളിൽ എന്തിനാ കയറിയത്? അവൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? പയ്യനെ വിട്ടു പോ. അങ്ങനെ എങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റും? 200 വർഷങ്ങളായി എനിക്ക് ആരെയും കിട്ടാതെ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഈ ലോകം തന്നെ നശിപ്പിക്കാൻ പോകുന്നു. ഹാത്തിം വലിയ ശബ്ദത്തിൽ മന്ത്രമോദിക്കൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശക്തിയും ജിന്നിന്റെ ശക്തിയും തമ്മിൽ പൊരുതി. ഉമറിന്റെ ദേഹത്തു നിന്നും പാമ്പിനെ പോലെ ജിൻ വെളിയിലേക്ക് വന്നു. കുറച്ചു നേരത്തിനുള്ളിൽ പൂർണ്ണമായും അത് അവനെ വിട്ട് വെളിയിലേക്ക് വന്നു. എന്തിനെന്നെ ഈ പയ്യന്റെ ശരീരത്തിൽ നിന്നും വെളിയിലെടുത്തു? ഞാനിപ്പോൾ ആ വൃദ്ധയുടെ ശരീരത്തിലേക്ക് പോകാൻ പോകുന്നു. ഹാത്തിം എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് ആ പ്രേതത്തിന്റെ ശക്തിയാൽ ആ പ്രേതം ഉമറിന്റെ മുത്തശ്ശിയുടെ ദേഹത്തേക്ക് കയറി. ഉടനെ മുത്തശ്ശി പിടയ്ക്കാൻ തുടങ്ങി. ഉമർ അത് കണ്ട് കരയാനും തുടങ്ങി. ഉടനെ ഹാത്തിം ആ ജിന്നിനെ മറ്റൊരു പാത്രത്തിൽ അടയ്ക്കാനുള്ള ശ്രമവും തുടങ്ങി. മര്യാദയ്ക്ക് ആ മുത്തശ്ശിയെ വിട്. അങ്ങനെ നീ വിട്ടില്ലെങ്കിൽ നിന്നെ ഈ പാത്രത്തിൽ അടച്ചു വെക്കും ഞാൻ. ഇല്ല ഇല്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നെ ആ പാത്രത്തിൽ അടച്ചു വെക്കരുത്. ഞാൻ ഈ മുത്തശ്ശിയെ വിട്ടേക്കാം. നിങ്ങൾ എന്തു പറയുന്നു അത് ഞാൻ ചെയ്തോളാം. ദയവായി നിങ്ങൾ എന്നെ വീണ്ടും അതിൽ അടച്ചു വെക്കരുത്. എന്നാൽ ഹാത്തിം മന്ത്രമോദിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഉടനെ ആ ജിൻ കാറ്റുപോലെ അദ്ദേഹം വെച്ചിരുന്ന പാത്രത്തിൽ വന്നടഞ്ഞു. അപ്പോൾ മുത്തശ്ശിയും താഴേക്ക് വീണു. ഉമർ ഓടിപ്പോയി അവിടേക്ക് നോക്കി. എന്നാൽ മുത്തശ്ശി അതിനുള്ളിൽ മരിച്ചിരുന്നു. നിന്റെ മുത്തശ്ശി മരിച്ചു പോയിരിക്കുന്നു ഉമർ. ഇനി കരഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. നീ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടിരിക്കണമായിരുന്നു. നിനക്ക് ഇവിടെ നിന്നും പോകാം. എനിക്ക് ആ ജിന്നിനെ ഇപ്പോഴും മറക്കാനേ പറ്റിയിട്ടില്ല. എൻ്റെ മനസ്സിലുള്ളൊരു കുറ്റബോധം എന്തെന്നാൽ ഞാൻ ചെയ്ത ഒരു ചെറിയ തെറ്റ് കാരണം എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ മുത്തശ്ശി മരിച്ചുപോയി. ഈ ലോകം തന്നെ വളരെ ഭയങ്കരമായിരിക്കുന്നു. ദ വെയർവോൾഫ്. ഇത് 1945-ലാണ്. ബോസ്റ്റൺ നഗരത്തിൽ സെന്റ് ജോസഫ് കോളേജിൽ 3 കൂട്ടുകാർ പഠിച്ചിരുന്നു. റോസ്, ജെനി, പിന്നെ നിക്ക്. വളരെ ഉറ്റ സുഹൃത്തുക്കൾ. അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കോളേജ് കഴിഞ്ഞതും അവർ ഗേറ്റിനു വെളിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രിയായി. പക്ഷെ അവരതറിഞ്ഞില്ല. ഗൈസ്, വീക്കെൻഡിൽ നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് വാ, ചില്ലാക്ക. എനിക്ക് അസൈൻമെന്റ് ചെയ്യാനുണ്ട്. എന്ത് ജെന്നി, നീ വാന്നേ. നീ വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനാ? എന്റെ മോനെ, ഓക്കെ, ഐ മീൻ. ജെനിയും റോസും നിക്കും റോഡിലേക്ക് നോക്കി. ആരോ ഒരാൾ മറഞ്ഞു നിന്ന് അവരെ നോക്കുന്നത് കണ്ടു. അവൻ അവരെ തന്നെ നോക്കി നിൽക്കുന്നു. നിങ്ങൾ രണ്ടും ഇത് കാണുന്നില്ലേ? ആ വ്യത്യസ്തമായ മനുഷ്യൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാ. നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിക്ക് ആ ആളിന്റെ പുറകെ തന്നെ ഓടി. എന്നാൽ അയാൾ വളരെ വേഗത്തിൽ കാടിനുള്ളിലേക്ക് ഓടിപ്പോയി. ഓ, നീ എന്റെ അടുത്ത് സ്പീഡ് കാണിക്കുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിക്ക് കാടിനുള്ളിൽ അവന്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നു. നിക്ക് ഓടി ഓടി ഉൾക്കാട്ടിലേക്ക് കയറി. അവൻ അവന്റെ അടുത്തു നോക്കി. എന്നാൽ അവിടെ ആരുമില്ല. രാത്രി നേരമായി, അതും പൗർണമി രാത്രി. നിലാവെളിച്ചത്തിൽ നിക്ക് വെപ്രാളത്തോടെ ഓടി. പെട്ടെന്ന് അവന് തോന്നി ആരോ അവനെ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. അവന്റെ കണ്ണുകൾ ചുമന്ന നിറമായിരുന്നു. നിക്ക് പേടിച്ചുപോയി. അവൻ ഇരുട്ടിൽ ഓടാൻ തുടങ്ങി. ആ നിഴലും അവന്റെ പിന്നാലെ തന്നെ ഓടി വരുന്നുണ്ടായിരുന്നു. നിക്ക് ഓടി ഓടി കാടിനടുത്തുള്ള കൊക്കയിലേക്കും വന്നു. അവൻ കണ്ടു അവിടെ ഒരു വലിയ കൊക്കയാണ്. എന്ത് ചെയ്യും? ഞാൻ എവിടേക്ക് പോകും? ഓ ഗോഡ്, പ്ലീസ് ഹെൽപ്പ് മീ. നിക്ക് പേടിച്ച് ആ കൊക്കയിലേക്ക് തന്നെ നോക്കി നിന്നു. അവന്റെ പിന്നിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അവൻ പേടിച്ചുപോയി. നിക്ക് ഭയത്തോടെ പിന്നിലേക്ക് നോക്കി. അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അവന്റെ കണ്ണിന് ചുമന്ന നിറമാണ്. ആരാ നീ? നിക്ക് കണ്ടു അയാളുടെ നഖങ്ങൾ പെട്ടെന്ന് വളരുന്നു. നിലാവെളിച്ചം അവന്റെ ദേഹത്ത് വീഴുന്നുണ്ടായിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾ പെട്ടെന്ന് കീറാൻ തുടങ്ങി. പല്ലുകളും കൂർമ്മയുള്ളതായി മാറി. അയാൾ പതിയെ ഒരു വെയർവോൾഫായി മാറി. നിക്കത് കണ്ടതും ഞെട്ടിത്തെറിച്ച് നിന്നുപോയി.
വിട്ടേക്കൂ, വിട്ടേക്കൂ, രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. വേർവോൾഫ് പെട്ടെന്ന് അവന്റെ കഴുത്തിൽ അറ്റാക്ക് ചെയ്തു. അവന്റെ ജീവനും അത് എടുത്തു. ജെനി കരഞ്ഞുകൊണ്ട് റോസിന്റെ വീട്ടിലേക്ക് എത്തി. ജെനി, നീ? റോസ്, നിക്കിന്റെ ഡെഡ് ബോഡി കൊക്കയിൽ നിന്നും കിട്ടിയെന്ന്. അവനെ ആ വേർവോൾഫ് കൊന്നു എന്ന്. നീ എന്താ പറയുന്നേ? അവൻ വീട്ടിൽ വരാത്തത് കൊണ്ട് പോലീസ് അവനെ കാട്ടിൽ തേടിപ്പോയി. ഞാനാണ് അവരോട് പറഞ്ഞത് അവൻ കാടിനുള്ളിലേക്ക് ഓടിപ്പോയെന്ന്. ഞാൻ അവനെ തടയേണ്ടതായിരുന്നു. രണ്ടുപേരും നിക്കിന്റെ വീട്ടിൽ ചെന്ന് നിക്കിന്റെ ഡെഡ് ബോഡി കണ്ടു. കരയാനും തുടങ്ങി. റോസ് ജെനിയുമായി വെളിയിലേക്ക് വന്നു. ഒരു വെയർവോൾഫ് കൊന്നു? എന്താ സത്യത്തിൽ അങ്ങനെയാണോ? നിനക്ക് ഇത്രയും പറഞ്ഞിട്ടും എന്നെ വിശ്വാസമില്ല അല്ലേ? നീ നാളെ ടൗൺ ലൈബ്രറിയിലേക്ക് വാ. ജെനി റോസിനെ ഒരു ബുക്ക് കാണിച്ചു. അതിൽ വെയർവോൾഫിനെ കുറിച്ച് ചിലത് എഴുതിയിട്ടുണ്ട്. 1952 ജർമ്മനിയിലാണ് ഇതിനെ ആദ്യമായി കണ്ടത്. ഇത് വളരെ ഭയങ്കരമായ ഒരു മൃഗമായി മാറും. ഇത് സാധാരണ ദിവസത്തിൽ മനുഷ്യരൂപത്തിലാണ് ഉണ്ടായിരിക്കുക. എന്നാൽ പൗർണമി രാത്രിയിൽ അവർ വെയർവോൾഫിന്റെ രൂപത്തിലേക്ക് മാറും. ആര് എന്തൊക്കെ ശ്രമിച്ചാലും അത് ആരുടെയും ചോര കുടിക്കാതെ വിടില്ല. റോസ് ആ ബുക്കിൽ വിചിത്രമായ മനുഷ്യന്മാർ വെയർവോൾഫായി മാറുന്നത് കണ്ടു. പെട്ടെന്ന് മൈക്ക് അവരുടെ അടുത്തേക്ക് ഓടി ഓടി വന്നു. ഞാൻ നിങ്ങളെ രണ്ടുപേരെ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്തു പറ്റി മൈക്ക്? കോളേജിൽ 5 കുട്ടികൾ മരണമടഞ്ഞു പോയി. എല്ലാവരെയും വെയർവോൾഫാണ് കൊന്നതെന്ന് പറയുന്നു. റോസ് ഇത് കേട്ടതും ഒരുപാട് പേടിച്ചുപോയി. പോവാം ജെനി, നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം. റോസ്, നമുക്ക് ആ വെയർവോൾഫിനെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. ഈ ബുക്കിൽ വ്യക്തമായിട്ടുണ്ട് അവനെ പൗർണമി ദിവസത്തിലെ കൊല്ലാൻ പറ്റൂ എന്ന്. പൗർണമി ദിവസത്തിൽ മാത്രമേ അവൻ വെയർവോൾഫായി മാറൂ. അപ്പോൾ അവന്റെ നെഞ്ചിൽ രത്നം കൊണ്ടുള്ള കത്തി കൊണ്ട് കുത്തിയാൽ അവനപ്പോൾ മരിക്കും. അങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ വെയർവോൾഫായി മാറുമ്പോൾ മാത്രമേ മനുഷ്യന്മാരെ കൊല്ലാനുള്ള ശക്തി അവന് കിട്ടൂ. അപ്പോഴേ നമുക്ക് അവനെ കൊല്ലാനും പറ്റൂ. നിനക്കെന്താ ഭ്രാന്തായോ? ഞാൻ നിന്റെ കൂടെ ഇതിനായി വരില്ല. ആരാണ് ജീവൻ പണയം വെച്ച് വരുന്നത്? ശരി റോസ്, നീ വരുന്നില്ലെങ്കിൽ വരണ്ട. ഞാനിത് നിക്കിന് വേണ്ടി ഉറപ്പായും ചെയ്യും. ജെനി, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജോണിനെയും ആ വെയർവോൾഫ് കൊന്നുകളഞ്ഞു. ജെനി മൈക്കിനെ നോക്കി പുഞ്ചിരിച്ചു. അടുത്ത പൗർണമി രാത്രിക്കായി ജെനിയും മൈക്കും മുഴുവൻ പ്ലാനും തയ്യാറാക്കി. മൈക്ക് തന്റെ വീട്ടിൽ നിന്നും രത്നമാല എടുത്തുകൊണ്ടുവന്നു. അത് ആലയിൽ കൊണ്ടുപോയി കത്തിയാക്കി മാറ്റി. പൗർണമി രാത്രിയായി. മൈക്കും ജെനിയും കാടിനകത്തേക്ക് വന്നു. രണ്ടുപേരുടെ കയ്യിലും കത്തിയുണ്ട്. നമുക്ക് ഇപ്പോൾ അകത്തേക്ക് പോകാം. ജെനിയും മൈക്കും കത്തുന്ന തീപ്പന്തവുമായി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവർ കൊക്കയുടെ അടുത്തേക്ക് വന്ന് എത്തി നോക്കി. കാത്തിരിക്കാനും തുടങ്ങി. 12 മണി കഴിഞ്ഞ് ഇപ്പോൾ എത്ര നേരമായി? നമ്മളതിനായി കാത്തു നിൽക്കുന്നു. ഇന്ന് നമ്മൾ അവനെ കൊന്നില്ല എങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും അവൻ കൊന്നുകളയും. പെട്ടെന്ന് മൈക്കിന് നേരെ വെയർവോൾഫ് ചാടി അവനെ ആക്രമിക്കാനും തുടങ്ങി. അവന്റെ കത്തി അപ്പോൾ കയ്യിൽ നിന്നും തെറിച്ചു വീണു. വെയർവോൾഫിന്റെ കൂർത്ത പല്ലുകൾ മൈക്കിന്റെ കഴുത്ത് കടിച്ചു പറിച്ചു. എന്നാലും അവൻ പൊരുതി നിന്നു. ജെനി തന്റെ കത്തി ഉപയോഗിച്ച് വെയർവോൾഫിനെ ആക്രമിക്കാൻ തുടങ്ങി. അവൾ അതിന്റെ പുറത്ത് കത്തി കൊണ്ട് കുത്താൻ തുടങ്ങി. വെയർവോൾഫ് അലറി വിളിച്ചു. അവന്റെ ചുമന്ന കണ്ണുകൾ കൊണ്ടവൻ ജെനിയെ തുറിച്ചു നോക്കി. അവൻ അവളുടെ അടുത്തേക്കും വന്നു. ജെനി പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ നഗരത്തിൽ നിന്നും പോ നീ! വെയർവോൾഫ് വീണ്ടും അലറി. ജെനിയുടെ കാലുകൾ കല്ലിൽ തട്ടി. അവൾ ബോധം കെട്ട് താഴേക്കും വീണു. അവളുടെ മുഖത്തും മുറിവ് പറ്റി. വെയർവോൾഫ് പിന്നെയും അവളുടെ അടുത്തേക്ക് വന്നു. മൈക്ക് കണ്ണുകൾ തുറന്നു. അവൻ വെയർവോൾഫിന്റെ കടിയേറ്റ് മയക്കത്തിലായിരുന്നു. ജെനി! മൈക്ക് വെയർവോൾഫിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ മുകളിലേക്ക് ചാടി വീണു. വെയർവോൾഫ് അലറാൻ തുടങ്ങി. മൈക്ക് പറ്റുന്ന വിധത്തിൽ കൈകൊണ്ട് തന്നെ അതിനെ ആക്രമിച്ചു. എന്നാൽ മൈക്ക് മരിച്ചു. ജെനി പിന്നെയും വെയർവോൾഫിനെ ആക്രമിച്ചു. അവൾ 2 കത്തികളും എടുത്ത് അതിൽ ഒന്ന്
അതിന്റെ പുറത്ത് കുത്തി. പിന്നെ അടുത്ത കത്തി അതിന്റെ ഹൃദയത്തിന്റെ അടുത്തും കുത്തി. വെയർവോൾഫ് അപ്പോൾ അലറി വിളിച്ചു. അങ്ങനെ കാറ്റിൽ അത് മാഞ്ഞു പോകാനും തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജെനിക്കെല്ലാം ഭേദമായി. അപ്പോൾ കോളേജിലായിരുന്നു. റോസും അവളുടെ അടുത്തുണ്ടായിരുന്നു. എന്നോട് നീ ക്ഷമിക്കണം ജെനി, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നില്ല. നീ വളരെ ധൈര്യമുള്ള പെൺകുട്ടിയാ. നീ മൈക്കിനെ മറക്കാൻ പാടില്ല റോസ്. അവൻ കാരണമാണിന്ന് ഞാൻ ജീവിക്കുന്നത്. അവൻ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്.